അതിലെ കാസിൽ കാണാൻ വേണ്ടിയിട്ടാണ്. അവിടുത്തെ കാസിലൊരു 1.5 കാസിൽ തന്നെയാണ്. അത് കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. അപ്പം അതിൻ്റെ മുന്നിലാണുള്ളത്. അങ്ങനെ ഈ കോട്ടയിലേക്ക് നടന്ന് കയറാനുള്ള പരിപാടിയിലാണ്. കുറേ പേരൊക്കെ നടന്ന് പോകുന്നുണ്ട്. നല്ല ജനത്തിരക്കാണ്. അവർ കോട്ടയിൽ നിന്നാണ് ഇറങ്ങി വരുന്നത്. സ്കോച്ച് വിസ്കിയുടെ ഒരു നാട് കൂടിയാണ് സ്കോട്ട്ലൻഡ്. അപ്പോൾ സ്കോച്ച് വിസ്കിയുടെ ഒരു ഡിസ്റ്റിലറിയാണ് ഉള്ളത്. ഒരു ടേസ്റ്റ് ചെയ്യാനുള്ള അവസരമൊക്കെ ഉണ്ട്. ഷോപ്പുകളിലെ തിരക്കാണ് ഈ കാണുന്നതൊക്കെ. അങ്ങനെ നടന്ന് നമ്മൾ ഒരു കോട്ടയുടെ അടുത്തായി എത്തി. ഇവിടെ കൺസ്ട്രക്ഷൻ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ശബ്ദമാണ് നല്ലോണം വരുന്നത്. ഇവിടെ ഗാലറികൾ ഉണ്ടാക്കാൻ തോന്നുന്നുണ്ട്. ആളുകൾക്ക് ഇരിക്കാനുള്ള എന്തൊക്കെയോ അപ്ഡേഷൻ നടക്കുന്നുണ്ട്. അവിടെ നമ്മളെ കോട്ടയിലേക്കുള്ള വഴി. അങ്ങനെ സ്കോട്ട്ലൻഡിൻ്റെ ഈ ഒരു കാസിൽ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുകയാണ് ഈ കുന്നിൻ മുകളിലായിട്ട്. ഈ ഒരു കാസിലേക്ക് കയറുന്നതിന് മുമ്പ് ഇതിൻ്റെ കാസിലുമായിട്ട് ബന്ധപ്പെട്ട മാപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ സിറ്റിയുടെ മാപ്പ് അടക്കം. ഇതാണ് കാസിൽ കയറാനുള്ള ടിക്കറ്റ്. നമ്മൾ ടിക്കറ്റ് വെച്ചിട്ടാണ് ഇതിനകത്തേക്ക് ഇപ്പോൾ പ്രവേശിച്ചത്. ഇതാണ് നമ്മുടെ കാസിൽ. ഇതിനകത്തേക്കാണ് കയറാൻ പോകുന്നത്. അടിപൊളി കൊട്ടാരവാതിലാണ്. കോട്ടവാതിൽ. 2 സൈഡിലുമായിട്ട് കിടങ്ങ്. അങ്ങനെ കോട്ടവാതിലിൻ്റെ ഒരു തിക്നെസ് നോക്കുക. മതിലിൻ്റെ ഇത്രയും തിക്കായിട്ടാണ് മതിൽ കിടക്കുന്നത്. കോട്ടവാതിലും കൂടെ കടന്നാൽ കാണുന്നത് വിശാലമായിട്ടുള്ള കോട്ടയുടെ ഭാഗങ്ങളാണ്. അങ്ങനെ ഈ മലയുടെ മുകളിൽ തന്നെയാണ് ഈ ഒരു കാസിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. കയറി തന്നെ മേലോട്ട് പോകണം. ഒക്കെ സൂനിയർ കടകളുണ്ട് സൈഡിൽ. അങ്ങനെ ഒരു കോട്ടവാതിൽ കടന്ന് രണ്ടാമത്തെ കോട്ടവാതിലേക്കാണ് കയറുന്നത്. കിങ്ഡത്തിൻ്റെ എംബ്ലം കാണാം അവിടെ. ഫോർട്ട് കോളിസ് ഗേറ്റ്. 15-ാം നൂറ്റാണ്ടിലുള്ള കോട്ടവാതിലുകളൊക്കെയാണിത്. നമുക്ക് പെട്ടെന്ന് ഇമീഡിയറ്റ് ആയിട്ട് അടയ്ക്കാൻ വേണ്ടിയുള്ള സൗകര്യം. ഇവിടെ നമുക്ക് ഓഡിയോ ഗൈഡുകൾ അവൈലബിൾ ആണ്. അത് വേണമെങ്കിൽ നമുക്ക് ചെവിയിലൊക്കെ വെച്ച് കേട്ടുകൊണ്ട് നടക്കാം. അങ്ങനെ കോട്ടയുടെ മുകളിലെത്തി. കുറേ പീരങ്കികളൊക്കെ റെഡിയാക്കി ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണാം ഫയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ച എന്താണെന്ന് നോക്കട്ടെ. അങ്ങോട്ടുള്ള കാഴ്ച ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. എഡിൻബർഗ് സിറ്റിയുടെ സൂപ്പർ കാഴ്ചകളിലാണ്. വലിയ പീരങ്കികളൊക്കെ ഇവിടെ, അന്നത്തെ കാലത്തെ പീരങ്കികളൊക്കെ നല്ല പെയിൻ്റൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടുന്നാണ് ശത്രുക്കളെ ഭാഗത്തു നിന്ന് ആക്രമണം വന്നു കഴിഞ്ഞാൽ പൊട്ടിക്കാനുള്ള സ്ഥലം. വീണ്ടും നടക്കാനുണ്ട്. നടന്നു നോക്കട്ടെ. ഭംഗിയുള്ള ഏരിയകളാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ബിൽഡിങ്ങുകളാണ് ഇവിടെയുള്ളത്. പടവുകളൊക്കെ നോക്കുക. 15-ാം നൂറ്റാണ്ടിൽ നടത്തിയ പടവുകളൊക്കെയാണിത്.
പിന്നെ അതിനുശേഷം കുറേ കൂട്ടിച്ചേർക്കലുകളൊക്കെ വന്നിട്ടുണ്ടാവും. ഇതിൽ നടക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ചില്ലറ പണിയല്ല, കാരണം നല്ല കയറ്റമാണ്, ചെരിവുമാണ്. അങ്ങനെ നടന്ന് കോട്ടയുടെ മറ്റൊരു ഭാഗത്തെത്തി. കോട്ടയ്ക്കകത്തേക്ക് കയറാനുള്ള വഴിയാണിത്. കയറി നോക്കട്ടെ. ഒരു വാഹനം പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ ഏറ്റവും മുകളിലേക്ക് എത്തി. ഒരു വിസ്കി ടേസ്റ്റിംഗ് ടുഡേ, സ്കോട്ട്ലാൻഡ് വിസ്കിയുടെ പരസ്യമാണ്. വാവ്, അങ്ങനെ ഇതിൻ്റെ ഏറ്റവും മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്കോട്ടിഷ് നാഷണൽ വാർ മെമ്മോറിയലിന് വേണ്ടിയിട്ട് നിർമ്മിച്ചതാണിത്. 1927 കാലഘട്ടത്തിലായിരുന്നു മെമ്മോറിയൽ സ്ഥാപിക്കപ്പെട്ടത്. 2 വേൾഡ് വാറിലും ജീവൻ നഷ്ടപ്പെട്ട പടയാളികൾക്ക് വേണ്ടി അവരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത്. ഇവിടെയൊക്കെ നിരത്തിയിട്ട് ഗണ്ണ് വെച്ചിട്ടുണ്ട്. ഗണ്ണിൻ്റെ ഹോളിനുള്ളിലൂടെ നോക്കിയാൽ നമുക്ക് കാണാം ഏത് ഭാഗത്തെയാണിത് അറ്റാക്ക് ചെയ്യാൻ റെഡിയാക്കി നിർത്തിയിരിക്കുന്നതെന്ന്. ഇത്രയും ദൂരം വരെ കിട്ടും ഇതിൻ്റെ പവർ. നടന്ന് ഇനി കാസിലിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. 1615 കാലഘട്ടത്തിൽ സ്ഥാപിതമായതാണ് ഈ ഒരു കാസിലിൻ്റെ ഈ ഭാഗം. കാസിലിനകത്തേക്ക് കയറാനുള്ള ഒരു ക്യൂ ആണ് ഈ കാണുന്നത്. കയറി നോക്കട്ടെ. ആ ഒരു ചേംബറിൽ സ്കോട്ടിഷ് ചക്രവർത്തിയുടെ കിരീടവും ചെങ്കോലും വാളും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അത് അവിടെ വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല. മറ്റൊരു ഭാഗത്തേക്ക് പോവുകയാണ്. ഒരു സുവനീർ കടയാണ്. രാജപരമ്പരയിലുള്ള ആളുകളുടെ ഫോട്ടോസൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാ ഫോട്ടോ നോക്കിയിട്ട് മുഖമൊക്കെ ഏകദേശം ഒരുപോലെ ഉണ്ട് എല്ലാവരുടെയും. ഇവിടെ ഉപയോഗിച്ചിരുന്ന കുറേ കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. സീലിംഗൊക്കെ നോക്കാൻ അടിപൊളിയാണ്. നമുക്കിവിടെ കാണാം. തുണിയിലെ ചിത്രവിദ്യകളാണ്. പ്രധാന ഹോളിലേക്ക് എത്തി. ഫുള്ള് ലക്ഷറിയാണ്. ഫുള്ള് വുഡിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് സൈഡൊക്കെ. അങ്ങനെ അതിൻ്റെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വന്നു. അങ്ങനെ ഒരു ഗംഭീര കോട്ട തന്നെയാണ് എഡിൻബറ കാസിൽ എന്ന് പറയുന്നത്. അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു. അത് എത്ര ലക്ഷറിയിലാണ് ഈ കോട്ടകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് നോക്കാം. ഒരു കോട്ടകളുടെയൊക്കെ ഒരു നഗരം തന്നെയാണ് എഡിൻബറ. ഇവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, നോക്കാം. നല്ലൊരു വ്യൂ പോയിൻ്റാണ്. കോട്ടയുടെ ഏറ്റവും ഉയരമുള്ള ഭാഗങ്ങളാണ്. വലിയൊരു പീരങ്കിയുണ്ട്, വളരെ വലുതാണ്, പൊട്ടിക്കാൻ പറ്റിയ സംഭവമാണ്. 500 കൊല്ലം പഴക്കമുണ്ടത്. ഈ ബിൽഡിങ്ങിനകത്തേക്കൊന്ന് കയറി നോക്കാം. ഒരു ചാപ്പലാണത്.
താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു കാസലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് കോട്ട ശരിക്കും ഒരു പാറയുടെ മുകളിലാണ് സ്ഥാപിക്കപ്പെട്ടത്. അപ്പോൾ പാറയുടെ ഭാഗം നമുക്കിവിടെ കാണാം. വൈകുന്നേരം ആയപ്പോഴേക്കും എഡിൻബർഗ് ഈ ഒരു കാസിൽ നഗരം ശരിക്കും തിരക്കിലായിട്ടുണ്ട്. ഒരു ഭാഗം മ്യൂസിക്കും കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്യുന്നുണ്ട്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഓരോരോ പരിപാടികളുണ്ട് ഇവിടെ. മൂങ്ങേനെ കൊണ്ട് കാശുണ്ടാക്കുന്നുണ്ട്. മൂങ്ങയുടെ കൂടെ ഫോട്ടോ എടുക്കാൻ ഗുഡ് മോർണിംഗ് സ്കോട്ട്ലാൻഡ്. ഞാനിപ്പോൾ ഉള്ളത് സ്കോട്ട്ലാൻഡിലെ ഒരുപക്ഷെ UK തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പ്രദേശത്താണ്. അതായത് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ലോച്ച് ലോമോണ്ട് എന്നാണ്. ലോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടാകം എന്നേ അർത്ഥമുള്ളൂ, ലേക്ക് എന്നാണ് അർത്ഥം. ലോമോണ്ട് എന്ന സ്ഥലത്തുള്ള ഈ ഒരു ലേക്കിൻ്റെ ഭംഗിയാണ് ആസ്വദിക്കാനായിട്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. UK തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രദേശവും ഏറ്റവും വലിയ ലേക്കുമാണ് ലോച്ച് ലോമോണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ തോന്നുന്നത് ശരിക്കും നമ്മുടെ തേക്കടിയിലെ ബോട്ടിംഗ് ആണ്. ഇപ്പോൾ ഈ ലേക്കിലൂടെ ഒരു ബോട്ടിംഗ് ആണ് നമ്മളിപ്പോൾ നടത്താൻ പോകുന്നത്. അതിമനോഹരമായിട്ടുള്ള ഈ പ്രകൃതിയുടെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഒരു ബോട്ടിംഗ്, അതാണ് നമ്മളിവിടെ നടത്താൻ പോകുന്നത്. അതായത് സ്കോട്ട്ലാൻഡിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രകൃതി ദൃശ്യങ്ങളാണ് ഈ ഒരു ബോട്ടിങ്ങിലൂടെ നമുക്ക് കിട്ടുകയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റൊക്കെ എടുക്കുന്ന സ്ഥലമാണ്. ലോച്ച് ലോമോണ്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്കോട്ട്ലാൻഡിൻ്റെ ഏറ്റവും വലിയ ഒരു നാഷണൽ പാർക്കാണ് ലോച്ച് ലോമോണ്ട് എന്ന് പറയുന്ന ഈ സൈറ്റ്. അതിലുള്ള ലേക്കിൽ കൂടിയാണ് നമ്മുടെ യാത്ര. അങ്ങനെ ബോട്ടിൽ കയറുന്നതിനായിട്ട് ഈ സുന്ദര തടാകത്തിലേക്ക് നടന്നടുക്കുകയാണ്. സ്കോട്ട്ലാൻഡിൻ്റെ നാഷണൽ പാർക്കാണ് പുറകിൽ കാണുന്നത്. കുറേ ബോട്ടുകളൊക്കെ ഉണ്ട് തടാകത്തിൽ. വെള്ളത്തിൻ്റെ ഒരു ക്ലാരിറ്റി നോക്കുക, അത്രയ്ക്ക് തെളിഞ്ഞ വെള്ളമാണ്. നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് അടി വരെ കാണാൻ പറ്റുന്ന രീതിയിൽ ക്രിസ്റ്റൽ ക്ലാരിറ്റി വെള്ളമാണ്. അത്ര ശുദ്ധമാണ്. രസകരമായിട്ടുള്ള കാഴ്ചകളാണ്. കുറേ സഞ്ചാരികൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട് നമ്മൾ എത്തിയതിന് ശേഷം. ബിൽഡിംഗ് ഒക്കെ കാണാൻ എന്തൊരു ഭംഗിയാണ്. ഒക്കെ കാസിൽ പോലെ തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ ബോട്ട് വരാനുള്ള വെയിറ്റിങ്ങിലാണ്. ബോട്ട് വന്നിട്ട് വേണം നമുക്ക് കയറി പോകാൻ. അങ്ങനെ എനിക്ക് യാത്ര ചെയ്യാനുള്ള ബോട്ട് എത്തിത്തുടങ്ങി. പിയറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്കോട്ടിഷ് ഭാഷയിൽ ലോച്ച് എന്ന് പറഞ്ഞാൽ ലേക്ക് എന്നാണ്. കുറേ ബോട്ടുകൾ വരുന്നുണ്ട്. നമുക്കുള്ള ബോട്ട് ഇത് തന്നെയാണെന്ന് തോന്നുന്നുണ്ട്, വലുത് തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. ഒരു വലിയ ബോട്ട് പിയറിൽ അടുത്തു. ചെറിയ ബോട്ട് വേറെ വരുന്നുണ്ട്. ക്രൂയിസ് ലോച്ച് മൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ്. 1978 മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ് ക്രൂയിസ്. ടൈമിംഗ് ഒക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സംവിധാനവും ഒക്കെ ഉണ്ട് അവിടെ. നമുക്ക് ഏകദേശം 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. അങ്ങനെ 2 ബോട്ടുകൾ ഇവിടെ എടുത്തിട്ടുണ്ട്.
ഇതിലാണ് നമ്മുടെ ടിക്കറ്റ് എന്ന് നോക്കട്ടെ. അങ്ങനെ നമ്മൾ ബോട്ടിലേക്ക് കയറാനുള്ള പരിപാടിയിലാണ്. എന്തായാലും ടോപ്പിൽ തന്നെ കയറാം. അങ്ങനെ മുകളിൽ തന്നെ കയറി പറ്റി. ഗ്യാപ്പിൽ നമ്മുടെ സ്രാങ്കിൻ്റെ റൂമാണ്. കുറഞ്ഞ ആളുകൾ മാത്രമേ ഉള്ളൂ ബോട്ടിൽ. ബോട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ്. ബോട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് ചെറിയൊരു ബോട്ടാണ്, അതുകൊണ്ട് തന്നെ അധികം കൂടുതൽ സഞ്ചാരികളൊന്നുമില്ല. എന്നിരുന്നാലും മുകളിലെ ഡെക്ക് ഫുള്ളാണ്. ഇരിക്കാൻ സീറ്റില്ല. എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം മുകളിൽ കയറി നിൽപ്പാണ്. അങ്ങനെ ലോച്ച് ലോമൗണ്ടിലൂടെയുള്ള ഒരു യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. സ്കോട്ട്ലൻഡിൻ്റെ അതിമനോഹരമായിട്ടുള്ള നാഷണൽ പാർക്കിൻ്റെ കാഴ്ചകളിലൂടെയാണ് ഈ ഒരു ബോട്ടിങ് മുന്നോട്ട് പോകുന്നത്. നല്ല ശുദ്ധമായ വെള്ളമാണ്. ഈ ലേക്കിലെ വെള്ളം പറഞ്ഞാൽ മതിയാവില്ല, നല്ല ശുദ്ധമായതാണ്. സ്കോട്ട്ലൻഡിൽ നമ്മൾ വന്നപ്പോൾ മുതൽ കാണുന്ന മലനിരകളാണ് ഈ രീതിയിലുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് പച്ച കളറിൽ പച്ച പുതച്ച് കിടക്കുകയാണ്. ഏത് ഭാഗത്ത് ക്യാമറ വെച്ചാലും അത്രയും സൂപ്പർബായിട്ടുള്ള വിഷ്വലുകളാണ് കിട്ടുന്നത്. ഫുഡ് സപ്ലൈ ഒക്കെ ഉണ്ട്. ഫുഡൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ എത്തിച്ചു തരും. ഫിഷ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ സാൽമണാണ്. നമ്മൾ UK എവിടെ വന്നു കഴിഞ്ഞാലും സാൽമൺ ഫിഷാണ് ഇവിടുത്തെ മെയിൻ. ഫിഷ് ആൻഡ് ചിപ്സ് എന്ന് പറഞ്ഞ ഒരുപാട് ഷോറൂമുകൾ നമുക്ക് കാണാം. അവിടെ ഈ സാൽമൺ ഫിഷ് ഫ്രൈ ചെയ്തതും, അത് നമ്മുടെ KFC ഒക്കെ പോലെയാണ് ഫ്രൈ ചെയ്യുക. അത് ഫ്രൈ ചെയ്തതും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഫിംഗർ ചിപ്സ്, അതായത് ഫ്രഞ്ച് ഫ്രൈസും കൂടി ആഡ് ചെയ്തിട്ടുള്ള പാക്കേജ് ഉണ്ട്. എല്ലാ ഹോട്ടലുകളിലും നമുക്ക് കാണാൻ പറ്റും. ഈ ലേക്കിലെ വെള്ളം അത്രയും ക്ലീനാണ്. പക്ഷെ നമുക്കിവിടെ കാണുന്നത് ഒരു കറുപ്പ് കളറായിട്ടാണ് വെള്ളം കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അടിയിൽ പാറ അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു കളറ് പുറത്തേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ബ്ലാക്ക് കളറിലാണ്. വളരെ രസകരമായിട്ടുള്ളൊരു യാത്ര തന്നെയാണിത്. സ്കോട്ട്ലൻഡിൻ്റെ പ്രകൃതി കണ്ടുകൊണ്ടുള്ളൊരു യാത്ര. മൊത്തം 1 മണിക്കൂറാണ് ഈ ബോട്ട് ഉണ്ടാവുക. അരമണിക്കൂർ അങ്ങോട്ടും അരമണിക്കൂർ ഇങ്ങോട്ടും. ഏകദേശം ഈ ഒരു പ്രധാന ഏരിയകളിലൊക്കെ ഒന്ന് കറക്കിയിട്ട് അവർ തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ ബോട്ടിൽ കുറേയൊക്കെ ഉള്ളോട്ട് വന്നു. ഏത് ഭാഗത്തേക്ക് നോക്കിയാലും അതിമനോഹരമായിട്ടുള്ള പച്ച പുതച്ച പുൽമേടുകളും മലകളൊക്കെ കാണാനുള്ളത്. ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ ഉൾഭാഗത്തേക്കൊക്കെ സർവീസുകൾ നടത്തുന്നുണ്ട്. സഞ്ചാരികൾ തന്നെയായിരിക്കും. പേഴ്സണലായിട്ട് ബോട്ട് വിളിച്ചിട്ട് പോകുന്നുണ്ട്. നല്ലൊരു തീരം കാണാം ആ ഭാഗത്ത്. ഇതൊന്നും മനുഷ്യവാസം ഇല്ലാത്ത പ്രദേശങ്ങളാണ്. ഇതൊരു നാഷണൽ ട്രഷർ എന്നുള്ള രീതിയിൽ സ്കോട്ട്ലാൻഡ് ഗവൺമെൻറ് കൊണ്ടു നടക്കുന്ന പരിപാലിക്കുന്ന സ്ഥലമാണ്. മഞ്ഞുകാലത്താണ് വന്നിരുന്നെങ്കിൽ നമുക്ക് ഐസുള്ള മലകളൊക്കെ ചുറ്റോട് ചുറ്റും കാണാമായിരുന്നു.
നമ്മുടെ തേക്കടിയിലൂടെയൊക്കെ പോകുമ്പോഴുള്ള മൃഗങ്ങളെ കാണലൊന്നും ഇവിടെ കാണാനില്ല. അങ്ങനത്തെ സംഭവങ്ങളൊന്നും കണ്ടിട്ടില്ല. ഒന്നാമത് തണുപ്പൊക്കെ ആയതുകൊണ്ടായിരിക്കാം. വലിയൊരു ഡാം കാണുന്നുണ്ട് അവിടെ, ആ മലയുടെ മുകളിലായിട്ട്. അങ്ങനെ ഒരു കരയ്ക്ക് സമീപത്തോടു കൂടിയാണ് ഇപ്പോൾ പോകുന്നത്. ഇവിടുന്ന് നമ്മുടെ ബോട്ട് തിരിച്ച് വന്ന ദിശയിലേക്ക് തന്നെ പോകുന്നതാണ്. ഇതാണ് എൻ്റെ നല്ലൊരു കാടൊക്കെ ഉണ്ട്. വേണ്ടിയറുകളൊക്കെ ഇഷ്ടം പോലെ ഈ ഒരു വനത്തിനകത്ത് ഉണ്ട് എന്നാണ് പറയുന്നത്. മൃഗങ്ങളൊന്നും തന്നെ വെള്ളം കുടിക്കാൻ പോലും പുറത്തേക്ക് ഇറങ്ങിയിട്ട് കണ്ടില്ല. അങ്ങനെ പോയി നമ്മൾ ഇങ്ങനൊരു ഗ്രാമത്തിൻ്റെ അടുത്തേക്ക് എത്തി. ഇവിടെ ബോട്ട് അടുപ്പിച്ച് കുറച്ച് പേര് ഇവിടെ ഇറങ്ങുന്നതാണ്. അപ്പോൾ ഈ ഒരു ഗ്രാമത്തിലേക്കുള്ള ഒരു സഞ്ചാര മാർഗം കൂടിയാണ് ഈ ഒരു ബോട്ട്. കുറേ ഐലൻഡ്സ് ആയിട്ടാണ് ഈ ലേക്കിലുള്ളത്. ഈ ലേക്കിൽ തന്നെ ഒറ്റപ്പെട്ട കുറേ ഐലൻഡുകൾ ഒരുപാടുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്. ഇതൊക്കെ ഓരോ ഐലൻഡ്സാണ്. ഈ ഐലൻഡിലേക്കുള്ള പ്രധാന ഗതാഗത മാർഗ്ഗം ഈ ബോട്ട് തന്നെയായിരിക്കും. ബോട്ടും ജങ്കാറുകളും ഒക്കെ തന്നെയായിരിക്കും. നല്ലൊരു വെള്ളച്ചാട്ടം നമുക്കിവിടെ കാണാം, ഗ്രാമത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ. മുകളിലൂടെ ഒരു പാലമൊക്കെ ഉണ്ട്. എന്തോ ഒരു റിസോർട്ടോ സംഭവം എന്തൊക്കെയോ ആണ്. ഹോട്ടലോ റെസ്റ്റോറൻറ്റും ഒക്കെയാണ് പ്രവർത്തിക്കുന്നത് തോന്നുന്നു. ഇവിടുത്തെ പിയറിലേക്ക് നമ്മുടെ ബോട്ട് അടുത്തു. ബോട്ടിലേക്ക് ആളുകൾ ഓടിച്ചേർന്നൊക്കെ കാണാം. എനിക്ക് തോന്നുന്നത് ഒരു റിസോർട്ട് മോഡൽ തന്നെയാണ്. ഈ ഒരു ദ്വീപിൽ റിസോർട്ടായിട്ട് സെറ്റ് ചെയ്തതായിരിക്കും. ഇവിടെ വരുന്ന ആളുകൾക്ക് കാടിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കാണാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. ഇവിടുന്ന് തിരിച്ചിട്ട് നമ്മൾ വന്ന വഴിക്ക് തന്നെ പോവുകയാണ്. ഇവിടെ ഇറങ്ങാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇവിടെ ഇറങ്ങാം. അടുത്ത ബോട്ട് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിയുന്നതിനുള്ളിലായിട്ട് അടുത്ത ബോട്ട് ഉണ്ടാവും. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം അവർക്ക് അടുത്ത ബോട്ട് കയറി പോകാവുന്നതാണ്. ഇതിനൊക്കെയുള്ള സംവിധാനമുണ്ട്. ഇവിടെയൊക്കെ അതാ കുറേ പേരൊക്കെ ആഘോഷിക്കുന്നുണ്ട്. അവിടെ ഒരു ചെറിയൊരു ഗ്രാമമുണ്ട് ആ ഒരു ഭാഗത്ത്. അങ്ങനെ ആ ബോട്ടിംഗ് ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ കരയിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ തിരിച്ച് നമ്മൾ കരയിലെത്തിയിരിക്കുകയാണ്. അടുത്ത ലൊക്കേഷനിലേക്കുള്ള യാത്രയിലാണ്. രസകരമായിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു ഇത്. ഇവിടുത്തെ നാച്ചുറൽ ഭംഗികളൊക്കെ കണ്ടുകൊണ്ടുള്ള ഒരു ബോട്ടിംഗ് ആണ്.